രണ്ടുപേർക്കും അങ്ങനെ തലതൊട്ടപ്പന്മാർ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ചുമ്മാ കളിയാക്കി പറയുന്ന നെപ്പോ കിഡ്സ് എന്നൊക്കെ അങ്ങനത്തെ ഒന്നുമില്ല. ഇത്രയും വർഷങ്ങൾ നല്ല നല്ല സിനിമകൾ, വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ. എന്ത് തോന്നുന്നു റോഷൻ? ഭയങ്കര ഫോർച്ചുനേറ്റാണ് ഞാൻ ഇപ്പോൾ ഈ സമയത്തിനുള്ളിൽ ഈ പറഞ്ഞ സിനിമകളും വർക്ക് ചെയ്ത ആൾക്കാർ, എസ്പെഷ്യലി ഈ ആൾക്കാരുടെ കൂടെയൊക്കെ ഇപ്പോൾ രാജുവേട്ടൻ്റെ കൂടെ ഇത് രണ്ടാമത്തെ പ്രോജക്റ്റ് ഇത് കഴിഞ്ഞ ഒരെണ്ണം കൂടെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ആൾക്കാരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ അങ്ങനെ ആരെങ്കിലും ഫസ്റ്റ് കൊല്ലത്തിൽ വന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ വിശ്വസിക്കില്ലായിരുന്നു. അപ്പോൾ അത് സംഭവിച്ചത് ഭയങ്കര ഭാഗ്യമായിട്ട് തന്നെ തോന്നുന്നുണ്ട്. അതങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. ദർശനിക്കാം. എനിക്കും അതെ, ഇത് ഞാൻ തന്നെയാണ് ചെയ്യണതെന്ന് അങ്ങനെ തോന്നിയിട്ടില്ല. ഓൾദോ അതെ, ആരും ഇപ്പോൾ ചോദിക്കാൻ ഇങ്ങനത്തെ സംശയങ്ങൾ ചോദിക്കാനോ ഇത് ചെയ്യണോ വേണ്ടതെന്ന് ചോദിക്കാനൊന്നും ആരും ഇല്ലെങ്കിലും ഇത് ചെയ്ത് തുടങ്ങിയ പിന്നെ ഞങ്ങളൊരു കമ്മ്യൂണിറ്റി ഉണ്ടോ, ഞങ്ങളുടെ തന്നെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇതൊരു ബുദ്ധിമുട്ടുള്ളൊരു ഫീൽഡാണ്. അത് നമ്മളെല്ലാവരും കൂടെ നാവിഗേറ്റ് ചെയ്യുന്നു. എല്ലാവർക്കും നിങ്ങൾക്ക് ഇതറിയാം, ഇത് പറഞ്ഞു തരാം, അങ്ങനത്തെ ഒരു സ്പേസിലാണ് ഇപ്പോൾ. അപ്പോൾ ആരും പറഞ്ഞു തരാനില്ല, ഗൈഡ് ചെയ്യാനില്ല എന്നുള്ളത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇപ്പോൾ ഈ വർക്ക് ചെയ്തിരിക്കുന്ന എൻ്റെ ഒരു ഫിലിം മേക്കേഴ്സ് ആയാലും ശരി, കോ ആക്ടേഴ്സ് ആയാലും ശരി, ദേ ആർ ഓൾ എനിക്ക് അത്രയും ആക്സസിബിൾ ആണ്. എനിക്കിപ്പോൾ ഇന്ന് ഒരു എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ഇവരെയൊക്കെ വിളിക്കാൻ പറ്റും. അപ്പോൾ ഐ ഫീൽ ലൈക്ക് ഇപ്പോൾ അങ്ങനെ ഐ നെവർ ഫീൽ അലോൺ. അത് തന്നെ ഒരു വലിയ കാര്യമാണ് അല്ലേ? കാരണം നമ്മൾ ഒറ്റയ്ക്കല്ല, അല്ലെങ്കിൽ ഒറ്റപ്പെടുന്നില്ല എന്ന് തോന്നുന്നത് തന്നെ വലിയ കാര്യമാണ്. ഇപ്പം റോഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ദർശനം നമ്മളെല്ലാവരും പറയും മലയാള സിനിമയുടെ ഒരു കള്ള കാമുകൻ എത്ര സിനിമകളാണ്. കപ്പേള എങ്ങനെയാണ് ഇത്ര നാച്ചുറലായിട്ട് അഭിനയിക്കാൻ പറ്റുന്നത്? ഇല്ല, അയ്യോ അതൊക്കെ എല്ലാവരും ചെയ്യുന്നില്ല, നമ്മുടെ ജോലിയല്ലേ. മറ്റുത്തരത്തിലങ്ങ് ഒതുക്കി. ശരിക്കും പറഞ്ഞാൽ റോഷനെ ഇപ്പം നേരിൽ കാണുമ്പോൾ ഭയങ്കര പാവമായിട്ട് ഇത്രയും എന്താ പറയുക ഇന്ത്യൻസ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്തു വെച്ചാൽ ഞാൻ അങ്ങനെ വില്ലനൊന്നുമല്ല ലൈഫില്. അതെ, ബേസിക്കലി ഞാനൊരു പാവമാണ്. അതെ അതെ അതെ. നമ്മൾ ഈ ആൾക്കാരെ മനസ്സിലാക്കുക എന്നുള്ളതാണല്ലോ ശരിക്കും സിനിമയിൽ നമ്മൾ അഭിനയിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു. ഇപ്പോൾ നമ്മൾ വില്ലൻ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ മോശം മനുഷ്യൻ എന്ന് പറഞ്ഞിട്ട് ഒരാളെ കാറ്റഗറൈസ് ചെയ്ത് മാറ്റി നിർത്താൻ ഭയങ്കര എളുപ്പമാണ്. നമുക്ക് അങ്ങനെ ക്യാരക്ടേഴ്സ് ചെയ്യാൻ കിട്ടിക്കഴിയുമ്പം അവരുടെ കാരണങ്ങൾ, റീസൺസും മനസ്സിലാവും. അവരെന്ത് സർക്കംസ്റ്റാൻസസ് കാരണമാണ് അങ്ങനെ പെരുമാറുന്നതെന്ന് മനസ്സിലാവും. അതൊക്കെ ഇമ്പോർട്ടൻ്റാണ്. നമ്മൾ നല്ലതും ചീത്തയെന്ന് പറഞ്ഞ് മാത്രം മാറ്റി വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്തിട്ടുള്ള വില്ലൻ ക്യാരക്ടേഴ്സൊന്നും എൻ്റെ മനസ്സിൽ വില്ലന്മാരൊന്നുമല്ല. പറഞ്ഞോണ്ട് തന്നെ ചോദിക്കട്ടെ, ഇപ്പൊ ഒരു കഥാപാത്രം ഇപ്പൊ പറഞ്ഞല്ലോ, അപ്പോൾ ഒരു കഥാപാത്രം റോഷനിലേക്ക് വരുമ്പം റോഷൻ അത് ഇപ്പൊ പറഞ്ഞ പോലെ എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കാറുണ്ടോ? ഇയാൾ ഇങ്ങനെ ചെയ്തതാ അതോ അല്ല നമ്മളിലേക്ക് വരുന്നത് അങ്ങനെ? നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ചിന്തിക്കാറുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പ്രോജക്റ്റ് ആരെങ്കിലും ഒരു കഥ പറയുമ്പോഴോ ഒരു സ്ക്രിപ്റ്റ് ആദ്യം വായിക്കുമ്പോൾ തന്നെ നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ തന്നെ ഇമ്മീഡിയറ്റ്ലി നമുക്ക് എല്ലാ ഉത്തരങ്ങളും കിട്ടണമെന്നില്ല. ഒരു നല്ല റൈറ്ററൊക്കെ ആണെങ്കിൽ കുറച്ചൊന്ന് ആലോചിച്ചാലൊക്കെ മൊത്തം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എഴുതുന്നവർക്കും ബുദ്ധിയുണ്ടല്ലോ. അപ്പോൾ നല്ല സ്മാർട്ടായിട്ടുള്ള സ്ക്രിപ്റ്റൊക്കെ ആണെങ്കിൽ കുറച്ചധികം പണിയെടുക്കേണ്ടി വരും നമ്മളതിൽ. അപ്പോൾ ആ പണിയൊക്കെ നമ്മൾ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ആദ്യം ഒരു കഥ കേൾക്കുമ്പോൾ ജസ്റ്റ് നമുക്കൊരു എക്സൈറ്റ്മെന്റ് തോന്നുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അത് എവിടെയാണ്, മേ ബി അത് എന്തുകൊണ്ടാണെന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ നോക്കുമായിരിക്കും. അല്ലാതെ അങ്ങനെ കാരണങ്ങളിലേക്ക് ആലോചന. സ്റ്റുഡിയോസ് ആയിട്ടുള്ള എല്ലാ കുട്ടികളുടെയും ഇഷ്ടമാണ് അല്ലെങ്കിൽ ഒരു ആഗ്രഹമാണ് കുസാറ്റിൽ കിട്ടിയിട്ട് അവിടുന്ന് അടുത്തടത്തേക്ക് വന്നു. അപ്പോൾ എന്നും സിനിമ തന്നെയായിരുന്നോ അതോ അഭിനയം അങ്ങനെയായിരുന്നോ ലക്ഷ്യം? അഭിനയം എന്നുള്ള ലക്ഷ്യം പോലും കുസാറ്റിൽ നിന്നൊക്കെ മാറി കഴിഞ്ഞിട്ടാണ് വരുന്നത്. ആ സമയത്ത് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഇവിടെ നിന്ന് ഞാൻ ഹാപ്പി ആയിരിക്കില്ല എന്നൊരു തോന്നല. അത് കുസാറ്റ് കാരണമല്ല, ശരിക്കും ഞാൻ എടുത്തിരുന്ന കോഴ്സിൽ എനിക്കൊരു താല്പര്യം തോന്നാഞ്ഞിട്ടാണ്. അപ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നാതെ ഞാനിത് 4 കൊല്ലം പഠിച്ച് നിൽക്കണോ, അല്ലെങ്കിൽ 4 കൊല്ലം ഞാനിത് പഠിച്ചാൽ തന്നെ ഞാനിത് എഴുതിയെടുക്കുമോ താല്പര്യമില്ലാതെ, അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ കാരണമാണ് അവിടുന്ന് മാറിയത്. അവിടുന്ന് മാറിയ കോളേജിൽ ചെന്നിട്ട് എടുത്ത കോഴ്സും എനിക്ക് താല്പര്യമൊന്നും തോന്നിയില്ല. അപ്പോൾ അവിടുന്ന് ചാടാമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഒരു നാടകം ചെയ്യുന്നത്. അപ്പോൾ ഈ അഭിനയത്തിനോട് ഭയങ്കര ഇഷ്ടം തോന്നി. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി പിന്നെ അവിടെ നിന്ന് ആ കോഴ്സ് അങ്ങ് തീർത്തതാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു താല്പര്യമുള്ള സാധനം തപ്പി നടക്കുമായിരുന്നു. താല്പര്യം ഇല്ലാത്തത് ഏതെന്ന് മാത്രം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. അതുകൊണ്ട് അതൊക്കെ വിട്ട് അങ്ങനെ പോയി. ദർശനയും അങ്ങനെ തന്നെയായിരുന്നു. കാരണം തികച്ചും മറ്റൊരു പ്രൊഫഷണൽ ജോലി വേണ്ടാന്ന് വെച്ചാണ് അഭിനയത്തിലേക്ക് വരുന്നത്. അപ്പം ഇനി അഭിനയമാണ് അല്ലെങ്കിൽ ആത്യന്തികമായ ഒരു ലക്ഷ്യം അഭിനയം അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്? ഇല്ല, ഞാൻ ക്വിറ്റ് ചെയ്യുമ്പോഴും ഒരു ബ്രേക്ക് എടുക്കാം, എനിക്കിത് നല്ല ഇഷ്ടമാണ്, അപ്പോൾ കുറച്ച് കാലം ഇത് മാത്രം ചെയ്യാം, കാശ് തീരാറാവുമ്പോൾ തിരിച്ച് ജോലിയിലേക്ക് കയറാം എന്നുള്ളൊരു ഐഡിയയിലാണ് ക്വിറ്റ് ചെയ്തത്. പിന്നെ ആ കാശ് ഒരു എന്താ പറയുക, ഒരു കോപ്പസ് വെച്ചിരുന്ന എമൗണ്ടിലേക്ക് കാശ് കുറച്ച് ഇങ്ങനെ കൂട്ടി കുറേയും കൂടി കാലം ചെയ്യാൻ നോക്കാം എന്നുള്ളൊരു സെർച്ചിലാണ് ബാക്കിയെല്ലാം വരുന്നത്. സിനിമയായാലും
സ്റ്റോറി ടെല്ലിംഗ് ആയാലും വോയിസ് ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്ത് ഇതൊക്കെ ആ ഫണ്ടൊന്ന് കുറച്ച് ഇതാക്കിയാൽ പിന്നെ തിരിച്ച് ജോലിക്ക് പോകണ്ട എന്നുള്ളത്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് സിനിമ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആക്ടിങ് ലക്ഷ്യമായിട്ടൊന്നുമല്ല, പക്ഷെ ചെയ്തു തുടങ്ങിയിട്ട് എനിക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്ന കാര്യം ഇതാണ്. അത് എത്ര കാലം ചെയ്യാൻ പറ്റും, യുനോ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും എന്നുള്ളൊരു ഇതിലാണ് ഇപ്പോഴും. രണ്ടുപേരും തുടങ്ങിയത് തിയേറ്ററിലാണ്, ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഒപ്പം സിനിമകൾ വരുന്നതും തിയേറ്ററാണ്. ഈ രണ്ട് തിയേറ്ററും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ്? സിമിലാരിറ്റി രണ്ടിലും ഓഡിയൻസ് വേണമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും വ്യത്യാസം കുറേ ഉണ്ട്. ഇപ്പം നമ്മൾ നാടകം ചെയ്യുന്ന സമയത്ത് നമുക്ക് പരീക്ഷണങ്ങൾക്ക് അൺലിമിറ്റഡ് സമയമുണ്ടല്ലോ യൂഷ്വലി. അത് ആ ഒരു ലക്ഷറി എപ്പോഴും നാടകത്തിലുണ്ടാവും. സിനിമയിൽ നമുക്ക് ഒരു ദിവസം പ്ലാൻ ചെയ്ത സാധനങ്ങൾ ചെയ്ത് തീർക്കണം, അല്ലെങ്കിൽ അത് ഭയങ്കര ടെൻഷനായിരിക്കും. അപ്പം നമുക്ക് ആ ഒരു റെസ്പോൺസിബിലിറ്റി എപ്പോഴും ഫീൽ ചെയ്യും ആസ് ആക്ടേഴ്സ് എസ്പെഷ്യലി. നാടകത്തിലൊക്കെ ആണെങ്കിൽ എന്ത് ഐഡിയ വന്നാലും നമുക്കൊന്ന് കുറച്ച് ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ, പിന്നെ ആ വഴി കുറച്ച് ദൂരം പോയി നോക്കിയിട്ട് ഇത് ഡെഡ് എൻഡ് ആണെന്ന് മനസ്സിലായാൽ നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ സമയത്തിൻ്റെ ഒരു ലക്ഷറിയാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് എപ്പോഴും ഭയങ്കരമായിട്ട് തോന്നിയിട്ടുള്ളത്. അതുപോലും ബ്രേക്ക് ചെയ്യുന്ന സിനിമകളുണ്ട് കേട്ടോ. അത്രയും ലക്ഷറിയസ്ലി സമയം ഉപയോഗിക്കുന്ന സിനിമകളൊക്കെ ഉണ്ട്, ഇല്ല എന്നല്ല. ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളുടെ ഒരു വ്യത്യാസമായിരിക്കും. ദർശന പറയൂ. എനിക്കും ഇതേപോലെ സിനിമ നാടകം ആ ടെക്നിക്കാലിറ്റീസ് ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം നമ്മൾ നാടകം ചെയ്തുകൊണ്ടിരുന്നിട്ട് ഞാൻ സിനിമ ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്ക് പേടിയായി. ഈ കണ്ടിന്യൂറ്റി, യുനോ ഈ ആംഗിൾ, ക്യാമറ, അങ്ങനത്തെ എന്താ പറയുക, വെരി ടെക്നിക്കൽ തിങ്സ് ഡിഫറെൻ്റ് ആണെങ്കിലും ഞാൻ ചെയ്യുന്ന പരിപാടി ഒരേതാണല്ലോ എന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ്, ഈ ടെക്നിക്കൽ സാധനങ്ങൾ കുറച്ച് ഇൻറ്റിമിഡേറ്റിംഗ് അല്ലാതെ ആയ ഒരു സമയത്താണ് ഈ കോർ ഓഫ് ഇറ്റ് ഇമോഷൻസ് ആണല്ലോ, അത് ട്വീക്ക് ചെയ്താൽ സെയിം ചെയ്യുന്ന വർക്ക് ഒരേതല്ലേ എന്നുള്ളതിലേക്ക് വന്നപ്പോഴാണ് എനിക്ക് രണ്ടും അത്രയും തന്നെ എൻജോയ് ചെയ്ത് തുടങ്ങി. ആദ്യം ഞാൻ വിചാരിച്ചിരുന്നതൊക്കെ നാടകമാണ്, ഞാൻ അവിടെയാണല്ലോ, അതാണ് എൻ്റെ ഇതൊക്കെ വേറെ. ഇപ്പോൾ ഐ നോ ദാറ്റ് ബാക്കി എല്ലാ മീഡിയവും അതേ ആക്ടിങ് ആണ് എനിക്ക് താല്പര്യം. അപ്പോൾ ഇതെല്ലാം എനിക്കിഷ്ടമാണ്, ഇതെല്ലാം വേറെ വേറെ രീതിയിൽ എൻജോയ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇപ്പം അഭിനയത്തിനോട് പറഞ്ഞല്ലോ, എങ്ങനെയെങ്കിലും ഒരു ഇതിലേക്ക് എത്തണം എന്ന് തോന്നിയപ്പോൾ വന്നൊരു കാര്യമാണ്. അപ്പം അഭിനയം അല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്ന് ചിന്തിച്ചു? ഡ്രൈവറായനെ. എനിക്ക് താല്പര്യമുള്ള നെക്സ്റ്റ് ഏറ്റവും താല്പര്യമുള്ളത് ഡ്രൈവിംഗ്. എനിക്കിഷ്ടോട് വളരെ ഡ്രൈവറായ ഭയങ്കര ഇഷ്ടമാണ്. ഏറ്റവും ഡ്രൈവ് ചെയ്ത് പോയാൽ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം? ഒരുപാട് സ്ഥലങ്ങളുണ്ട്. കുണ്ണൂരൊക്കെ ഓടിക്കുമ്പോൾ എപ്പോഴും ഭയങ്കര രസമുള്ള ഡ്രൈവാണ്. അങ്ങനെ ഞാനങ്ങനെ ലോകം മൊത്തം വണ്ടി ഓടിച്ചിട്ടൊന്നുമല്ല. ഞാൻ വെറുതെ എടപ്പള്ളിയിൽ നിന്ന് കാക്കനാട് വരെ ഓടിക്കുമ്പോൾ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമാണ്. ട്രാഫിക്കിലൊക്കെ പെട്ട് കിടക്കുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക്. പക്ഷേ താല്പര്യമുള്ള ജോലിയാണ്. താല്പര്യമുള്ള ജോലിയാണ്, അതെനിക്ക് ഇഷ്ടം. അപ്പം നല്ലൊരു ഡ്രൈവർ, എൻജോയ് ചെയ്ത് ട്രാഫിക്കിലൊന്നും കിടക്കാൻ ഇഷ്ടമില്ലാത്തൊരു ഡ്രൈവറെ വേണമെങ്കിൽ അല്ലേ തൽക്കാലം ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അങ്ങനെയാണോ ദർശന? കൂടെ പോകുമ്പോൾ ഭയങ്കര സമാധാനമാണ് ഇതിൻ്റെ വണ്ടിയിലിരിക്കാൻ. അവൻ ഓടിക്കുമ്പോൾ ബഹളമൊന്നുമില്ല. ഈവൻ മറ്റേ ഭയങ്കര ദേഷ്യം വരുന്ന പരിപാടികളിലും അവന് ദേഷ്യം വരാറില്ല. അങ്ങനെ ഭയങ്കര മറ്റേ എല്ലാവരും ഇങ്ങനെ സ്റ്റക്കായി കിടക്കുന്നു, വണ്ടി എടുക്കുന്നില്ല എന്നൊക്കെ ആവുമ്പോഴും അവൻ എൻ്റെ പൊന്ന് ചേട്ടാ പാ നമുക്ക് പോവാം അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ ഭയങ്കര ഒരു സ്ട്രെസ്ഫുൾ അല്ല ഒട്ടും. ഹി എൻജോയ്സ് ഇറ്റ്, സോ വി ഓൾസോ എൻജോയ് ദ ഡ്രൈവ്. നല്ല കോംപ്ലിമെന്റ് ആണ് അല്ലേ സുഹൃത്തിൽ നിന്ന്. ദർശന, ഞാൻ ചോദിക്കട്ടെ, ഇപ്പം സംവിധാനം ചെയ്യും, എഴുതും, നന്നായിട്ട് വായിക്കും, അഭിനയിക്കും. അപ്പം സംവിധാനം സംവിധാനം ചെയ്യുന്ന റോഷനെയാണോ അതോ ആ അഭിനയിക്കുന്ന റോഷനെയാണോ സുഹൃത്തായ ദർശനയ്ക്ക് കൂടുതൽ ഇഷ്ടം തോന്നിയിട്ടുള്ളത്? ഇതെല്ലാം റോഷനാണല്ലോ. എനിക്ക് ഐ ലവ് ദാറ്റ് ഇത്രയും ഇതെല്ലാം ഭയങ്കര നന്നായി ചെയ്യുന്ന ഒരാളാണ്. ആൻഡ് ഓരോ പ്രാവശ്യം അതിലേക്ക് ഇപ്പോൾ ഐ ഹാഡ് luck of being directed also by him, and അതെനിക്ക് ഭയങ്കര ഹെൽപ്പ് ചെയ്തൊരു കാര്യമാണ് ആ ജേർണി. ആസ് എ ഡയറക്ടർ he has helped me a lot. ആസ് എ ആക്ടർ, co-actor also എനിക്ക് ഭയങ്കര എന്താ പറയുക, എനിക്കും പേഴ്സണലി ഭയങ്കര യൂസ്ഫുൾ. സെൽഫിഷ്ലി ഇതൊന്നും അല്ലാതെ വാച്ചിങ് ഹിം ഡിറക്റ്റ് ഭയങ്കര ഈ ഡ്രൈവിംഗ് പറഞ്ഞ പോലെ തന്നെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഹീസ് എന്താ പറയുക, ചാടി മറ്റേ ബഹളം, സോ ഒരു കാര്യം ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യുന്നത് കാണാൻ രസമാണല്ലോ. അതെന്നെ എനിക്ക് ഡയറക്റ്റ് ചെയ്യുമ്പോഴും തോന്നിയിട്ടുണ്ട്, അഭിനയിക്കുന്നത് കാണുമ്പോഴും തോന്നിയിട്ടുണ്ട്. സോ ഇറ്റ്സ് ഗ്രേറ്റ് ആസ് എ ഫ്രണ്ട് ടു സീ ഹിം ഡു തിങ്സ് ഹി ലൈക്സ്. ഇപ്പം ഈ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാകുമ്പോൾ നമുക്ക് അഭിനയിക്കുമ്പോൾ ഒരു ഗിവ് ആൻഡ് ടേക്ക് അങ്ങനത്തെ ഒരു കാര്യം നടക്കാറുണ്ടോ നിങ്ങളുടെ ഇടയിൽ?
എപ്പോഴും ഉണ്ട്. എപ്പോഴും അതെ. ഇത് ഐ തിങ്ക് എല്ലാ ആക്ടേഴ്സുമായിട്ടും മനസ്സിലാവുമായിരിക്കും മറ്റേ ആൾ എന്തായിരിക്കും അങ്ങനെ ഒരു വെച്ചാൽ നമുക്ക് നേരത്തെ ഒരു കംഫർട്ടബിൾ ഇക്വേഷൻ ഉള്ള ഒരാളായതിന്റെ എല്ലാ കംഫർട്ടും ഒരു സീൻ ചെയ്യുമ്പോഴും ഫീൽ ചെയ്യാറുണ്ട് ഡെഫിനറ്റ്ലി. ഗിവ് ആൻഡ് ടേക്ക് പിന്നെ ഏത് നല്ല ആക്ടേഴ്സ് ആണെങ്കിലും അതെ ആക്ടേഴ്സ് ആണെങ്കിൽ അതുണ്ടാവും. ഇപ്പം രണ്ടുപേരുടെ ഞാൻ എന്താ പറയുക കോമൺ ആയിട്ട് ചോദിക്കുന്നത് ഇവരിൽ എനിക്ക് എപ്പോഴും തോന്നിയത് രണ്ടുപേർക്കും വേണ്ടി ക്വസ്റ്റ്യൻ എഴുതാമെന്ന് ചോദിച്ചപ്പോൾ രണ്ടുപേരോട് കോമൺ ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് തോന്നിയില്ലേ? ഇപ്പം സി യു സൂൺ പോലത്തെ എക്സ്പീരിയൻസ് സിനിമകൾ, ഹൃദയം പോലെ, കപ്പേള പോലത്തെ കൊമേഴ്ഷ്യൽ സിനിമകൾ, ഒപ്പം ചില അല്ലാത്ത പരീക്ഷണങ്ങൾ ചിത്രങ്ങളും, ഇങ്ങനത്തെ ഒരു ട്വിസ്റ്റ് അല്ലെങ്കിൽ ഒരു മാറ്റം കരിയറിൽ ഉണ്ടാകുന്ന പറഞ്ഞൊരു ഭാഗ്യം തന്നെയാണ്. ഇപ്പോൾ രണ്ടുപേരോടും കൂടെ ചോദിക്കുകയാണ്, അത് നമ്മൾ മനഃപൂർവ്വം അതായത് ഇത് കഴിഞ്ഞിത് അങ്ങനെ ചെയ്യുന്നതാണോ അതോ സ്വാഭാവികമായി വന്നു ചേരുന്നതാണോ? അങ്ങനെ ഇങ്ങനത്തെ പടങ്ങൾ മാത്രം ചെയ്യും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തോട്ടേ ഇല്ല എനിക്ക്. വെരി പ്യോർലി സിനിമയിലേക്ക് എനിക്ക് ആ ഒരു ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അത് പ്ലേ ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ടോ, അത് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് എന്ത് രൂപത്തിൽ ഇതൊക്കെ ഇപ്പോൾ പലതും ഇത് എന്താണ് ആവാൻ പോകുന്നതെന്ന് പോലും നമുക്കറിയില്ല. ലൈക്ക് സി യു സൂൺ പോലും ഇപ്പോൾ ഒരു സക്സസ്ഫുൾ ആയതുകൊണ്ട് അതൊരു കമേഴ്ഷ്യൽ പടമായിട്ട് വിളിക്കുന്നു അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്പേസിലേക്ക് എത്തി. പക്ഷേ നമ്മൾ തുടങ്ങിയ സമയത്ത് അത് നമുക്കിത് എന്ത് ടൈപ്പ് പടം ആവും എന്ന് അറിയില്ല. ഒന്നുമില്ലെങ്കിൽ നമ്മൾ യൂട്യൂബിൽ ഇത് പോസ്റ്റ് ചെയ്യും എന്നുള്ളത് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് നമ്മളത് തുടങ്ങിയിരിക്കുന്നത്. പക്ഷേ അതൊന്നും എനിക്കത് കാറ്റഗറൈസ് ചെയ്യാൻ തോന്നിയിട്ടില്ല. ബിക്കോസ് എനിക്ക് ചെയ്യാൻ ആസ് എൻ ആക്ടർ ഇറ്റ്സ് വെരി വെരി എക്സൈറ്റിംഗ്. അതിൽ ആലോചിക്കേണ്ട ആവശ്യം കൂടി ഇല്ല. അവിടെ ഇമ്മീഡിയറ്റ്ലി സേ യെസ് ജമ്പ് ഇൻ. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ എല്ലാ പടവും ഞാൻ ചെയ്തിട്ടുള്ളതും. അങ്ങനെ ഒരു പ്ലാൻ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചെയ്യണം അല്ലെങ്കിൽ കമേഴ്ഷ്യലി സക്സസ്ഫുൾ ആയ പടങ്ങൾ ചെയ്താൽ പിന്നെ ഇങ്ങനത്തെ ഒരു ലൈക്ക് ഓഫ് ബീറ്റ് ഒരു പടം ചെയ്യരുത് അങ്ങനത്തെ ഒരു തോട്ടേ ഇല്ല. ക്യാരക്ടേഴ്സിനെ ഫോളോ ചെയ്യുക, സ്റ്റോറി ഫോളോ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ എനിക്ക്. ഞാൻ കുറേയൊക്കെ പ്ലാൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് പണ്ട്, എല്ലാം ചീറ്റിപ്പോയി. ഇത് കഴിഞ്ഞതെന്നുള്ളത് പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഇത് കൊമേഴ്ഷ്യൽ, അത് കുറച്ച് ഓഫ് ബീറ്റ്, ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്, എല്ലാം ചീറ്റിപ്പോയി. നമ്മുടെ പ്ലാനുകൾ വർക്കൗട്ട് ആവുന്ന ഒരു പരിപാടിയല്ല സിനിമ. നമ്മുടെ സെൽഫിഷ് പ്ലാനുകൾ. നമ്മളൊരു സാധനത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പണിയെടുത്താൽ അതിനുള്ള റിസൾട്ട് എവിടെയെങ്കിലും ഉണ്ടാവും. ഇപ്പോൾ കപ്പേള ഞങ്ങളെല്ലാവരും ഭയങ്കര ജെനുവിൻലി നല്ലോണം ഇൻവെസ്റ്റ് ചെയ്ത് വർക്ക് ചെയ്ത ഒരു സിനിമയാണ്. കപ്പേള റിലീസായിട്ട് അതിന് നല്ല അഭിപ്രായങ്ങൾ കിട്ടി തുടങ്ങി 4ാമത്തെ ദിവസമാണ് ലോക്ക്ഡൗൺ തുടങ്ങുന്നത്. അപ്പോൾ മുസ്തഫയുടെയും ഫസ്റ്റ് ഡയറക്ടോറിയലാണ്, ആ പ്രൊഡ്യൂസറുടെ ഫസ്റ്റ് പടമാണ് യുനോ. അപ്പോൾ നമുക്ക് ഭയങ്കര വലിയ ഹാർട്ട് ബ്രേക്ക് ആയിരുന്നു അത്. പക്ഷേ പിന്നീട് ഈ സാധനം നെറ്റ്ഫ്ലിക്സിൽ വന്നു കഴിഞ്ഞ് ചിലപ്പോൾ തിയേറ്റർ റെസ്പോൺസിൽ കിട്ടുന്നതിലും കൂടുതൽ സ്നേഹം ആ സിനിമയ്ക്ക് വന്നു തുടങ്ങി. എല്ലാവരും ഒരേ സമയത്ത് തന്നെ, എല്ലാവരും ലോക്ക്ഡൗൺ ആയിട്ട് വീട്ടിലിരിക്കുകയാണ്, എല്ലാവരും ഒരേ സമയത്ത് തന്നെ ആ പടം കാണുന്നതും ഒക്കെ. അപ്പം നമ്മുടെ പ്ലാൻ പോലൊന്നും ഇപ്പോൾ സി യൂസ് ഉണ്ടായിരുന്നു ദർശന പറഞ്ഞല്ലോ, അതിനൊന്നും ഇതിൻ്റെ എൻ പ്രോഡക്റ്റ് എന്താണെന്ന് പോലും നമുക്കറിയില്ല. മഹേഷേട്ടൻ ഒരു പരിപാടിക്ക് വിളിച്ചു, ഫഹദൊക്കെ ഉണ്ട്, നമ്മൾ ചെയ്യുന്നു, സന്തോഷത്തോടെ ചെയ്യുന്നു, ഒരു പണിയില്ലാതിരിക്കുമെന്ന് വിചാരിച്ചൊരു വർഷം ഈ സാധനം ചെയ്യാൻ പറ്റുന്നു. ബാക്കിയൊക്കെ സിനിമയ്ക്ക് അതിൻ്റേതായിട്ടുള്ള തീരുമാനങ്ങളും അതിൻ്റേതായിട്ടുള്ള ലൈഫും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അത് അങ്ങനെ പോകും.